കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു ഇനമുണ്ടെങ്കിൽ അത് നാടകമാണ്. ടാഗോർ തിയേറ്ററിലെ കാഴ്ചകൾ കാണാം. നാടകത്തിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അതിന്റെ സാക്ഷ്യമാണിത്. തിങ്ങി നിറഞ്ഞ കാണികൾ, ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ പ്രതീക്ഷകൾ. 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം നാടകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇങ്ങനെയാണ്. എല്ലാ വിഷയം പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഗീയപരമായ വിഷയങ്ങൾക്കെതിരെയുള്ള സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. മണിപ്പൂർ, അതുപോലെ വയനാട് ദുരന്തം, അത്തരം വിഷയങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ആനുകാലികമായ വിഷയങ്ങൾ, സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ, നമ്മുടെ രാജ്യവും സംസ്ഥാനവും ലോകമൊക്കെ നേരിടുന്ന യഥാർത്ഥ വിഷയങ്ങളുണ്ട്. ആ യഥാർത്ഥ വിഷയങ്ങളെ എത്ര കണ്ട് നാടക രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്, അത് എത്ര കണ്ട് ജനങ്ങളിൽ എത്തുന്നുണ്ട്, അതാണ് നോക്കുന്നത്. നാടകം കാണുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം ഒരുപക്ഷെ എല്ലാ വർഷവും ഒരു 10-27 വർഷമായി സ്ഥിരമായി നാടകവേദിയിൽ വരാറുള്ള ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വളരെയേറെ പ്രതീക്ഷകളോടെയാണ് ഈ വർഷവും ഈ ടാഗോറിലേക്ക് എത്തിച്ചേർന്നത്. നാടകങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനായ രാജ്യസഭാ MP A റഹീം എത്തിയത് കുടുംബസമേതം. നാടകം ഇഷ്ടമാണ്, നാടകം അഭിനയിച്ചിട്ടുണ്ട്. നാടകം നമുക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് പ്രമേയങ്ങളെന്നറിയാൻ കൗതുകമുണ്ട്. എങ്ങനെയാണ് പുതിയ ടാലൻറ്റ് ഭാവിയിലെ കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയിലാകട്ടെ തിയേറ്ററിലാകട്ടെ ഒക്കെ പ്രതിഭ തെളിയിക്കാൻ പോകുന്ന പ്രതിഭകളെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആ ഒരു കൗതുകം തീർച്ചയായിട്ടും ഉണ്ട്. നാടകവേദി തിരുവനന്തപുരത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ വരുന്നത്. അപ്പോൾ എന്തായാലും നാടകം ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ആ ഉള്ള സമയം നാടകം എത്ര എണ്ണം കാണാൻ പറ്റും അത്രയും കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കർട്ടൻ ഉയർന്നു. എല്ലാ പ്രതീക്ഷകളും ഒത്തുചേർന്നു. ഇനിയാണ് യഥാർത്ഥ സംഭവം. ന്യൂസ് 18 തിരുവനന്തപുരം.